എല്ലാവർക്കും നമസ്കാരം. ഗുഡ്നസ് ടിവിയുടെ മാലാകക്കൂട്ടം.com കൊച്ചു കൂട്ടുകാർക്ക് വേണ്ടിയുള്ള സ്വർഗക്കാഴ്ചകളുടെ പുതിയൊരു അധ്യായത്തിലേക്ക് എല്ലാ മാന്യപ്രേക്ഷകർക്കും ഈ പ്രോഗ്രാമിൻ്റെ ചങ്ക് കൂട്ടുകാർക്കും ഹൃദയം നിറഞ്ഞ സ്വാഗതം. ഇന്ന് ഈ എപ്പിസോഡിൽ ഈ സ്വർഗക്കാഴ്ചകൾക്ക് ശക്തിയും ഊർജവും പകരാനായിട്ട് ഇവിടെ ഇന്ന് എത്തിയിരിക്കുന്നത് ക്രൈസ്റ്റ് കിങ് ചർച്ച് അന്നമനട പള്ളിയിലെ കൊച്ചു കൂട്ടുകാരാണ്. ഈ കൂട്ടുകാർക്ക് എല്ലാവർക്കും ഈ സ്വർഗത്തിലേക്ക് ഹൃദയം നിറഞ്ഞ സ്വാഗതം. ചോദിക്കട്ടെ, കൂട്ടുകാരെ സുഖാണോ? സന്തോഷമാണോ? സന്തോഷമാണ്. അപ്പൊ നമുക്ക് ഈ സ്വർഗത്തിൽ ഈശോടത്ത് ആടിപ്പാടി രസിച്ചാലോ? അപ്പൊ ഈ സ്വർഗത്തിൽ ഇന്ന് നല്ലൊരു വൈബ് ഉണ്ടാകണം. സ്വർഗത്തിൽ മാലാഖമാർക്കൊരു വൈബ് ഉണ്ട് അല്ലേ? നല്ല രസമായിട്ട് അവര് നല്ല താളത്തിലും വീണത്തിലൊക്കെ ആരാധന കൊടുക്കുന്നൊരു വൈബ് സ്വർഗത്തിലുണ്ട്. ഇന്ന് നമ്മുടെ ഈ കൊച്ചു കൂട്ടുകാരുടെ സ്വർഗത്തിലും ഇന്ന് നല്ലൊരു വൈബ് നമ്മൾ സെറ്റ് ചെയ്യാൻ പോവാണ്. ആർ യു റെഡി? അപ്പോ ഈ സ്വർഗത്തിൽ മക്കൾക്ക് വേണ്ടിയിട്ട് ഒരുക്കിയിരിക്കുന്ന 3-4 രസക്കാഴ്ചകളുണ്ട്. ആ രസക്കാഴ്ചകളിലേക്ക് സെഗ്മെന്റിലേക്ക് നമ്മൾ കടക്കാൻ പോവാണ്. കടന്നാലോ? ഓക്കെ. ഒന്നാമത്തെ സെഗ്മെന്റ് ആണ് ഈശോയ്ക്ക് സ്തുതി പാടാം. എന്താണ്? ഈശോയ്ക്ക് സ്തുതി പാടാം. നമ്മളൊക്കെ ഈശോയ്ക്ക് സ്തുതി പാടുന്ന ആൾക്കാരാണ് അല്ലേ? സ്തുതി പാടാറുണ്ട്. ഇനി വേറെ ആൾക്കാരുണ്ട്, മനുഷ്യനെ സ്തുതി പാടും, കൂട്ടുകാരിക്ക് സ്തുതി പാടും അല്ലേ, കൂട്ടുകാരനെ സ്തുതി പാടും. അതല്ല ഇവിടെ ഉദ്ദേശിക്കുന്നത്. ഈശോയ്ക്ക് സ്തുതി പാടാൻ പോവാണ്. ബൈബിൾ എഴുതിയേക്കാണ്. ദാവീദ് രാജാവ് സങ്കീർത്തനം എഴുതിയപ്പോൾ 119 175-76 വാക്യങ്ങൾ എഴുതി വെച്ചിരിക്കുകയാണ്. അങ്ങയെ സ്തുതിക്കാൻ വേണ്ടി ഞാൻ ജീവിക്കട്ടെ. എന്തൊരു ശക്തിയുള്ള വാക്കാന്നൊക്കെ. നമ്മളിവിടെ ജീവിക്കുന്നത് ഫുഡ് അടിക്കാൻ വേണ്ടി ജീവിക്കട്ടെ അല്ലേ? ചില ആൾക്കാർ സൗന്ദര്യം ഉണ്ടാകാൻ വേണ്ടി ജീവിക്കട്ടെ. ചില ആൾക്കാർ നല്ല A+ മാത്രം കിട്ടി ഉയർന്ന ശമ്പളം അങ്ങനെ ജീവിക്കുകയാണ്. പല ആൾക്കാർ വ്യത്യസ്തമായിട്ടാണ് ജീവിക്കാൻ കൊതിക്കണേ. പക്ഷെ രാജാവ് എഴുതി വെച്ചിരിക്കുകയാണ്, അങ്ങയെ സ്തുതിക്കാൻ വേണ്ടി ഞാൻ ജീവിക്കണം. അപ്പൊ സ്തുതിക്കുന്നില്ലെങ്കിലോ മരിക്കണം. എന്ത് പവർഫുൾ വാക്കാന്നൊക്കെ. സ്തുതിക്കാൻ വേണ്ടി ജീവിക്കണം, സ്തുതിക്കുന്നില്ലെങ്കിൽ ഞാൻ മരിച്ചു പോക്കോട്ടെ എന്ന്. അത്ര പവർഫുൾ വാക്കിലാണ് രാജാവ് എഴുതി വെച്ചേക്കണേ. അങ്ങനെയാണെങ്കിൽ നമുക്ക് മാലാഖമാരെ പോലെ ഒന്ന് ദൈവത്തെ സ്തുതിച്ചാലോ? ഒന്നാമത്തെ സെഗ്മെന്റ് ആണ് ഈശോയ്ക്ക് സ്തുതി പാടാം. പറഞ്ഞേ, ജീവിതം ഒന്നേയുള്ളൂ, വെറുതെ പാഴാക്കല്ലേ. പഠിക്കേ, ജീവിതം ഒന്നേയുള്ളൂ, വെറുതെ പാഴാക്കല്ലേ. അങ്ങോട്ടോടി ഇങ്ങോട്ടോടി, ഉറക്കെ, അങ്ങോട്ടോടി ഇങ്ങോട്ടോടി, അവിടെ ഇരുന്നും ഇവിടെ ഇരുന്നും, അവിടെ ഇരുന്നും ഇവിടെ ഇരുന്നും, അങ്ങോട്ടോടി ഇങ്ങോട്ടോടി, അവിടെ ഇരുന്നും ഇവിടെ ഇരുന്നും. പഠിക്കേ, അങ്ങോട്ടോടി ഇങ്ങോട്ടോടി, അവിടെ ഇരുന്നും ഇവിടെ ഇരുന്നും, അത് നോക്കി ഇത് നോക്കി വെറുതെ പാഴാക്കല്ലേ. അത് നോക്കി ഇത് നോക്കി വെറുതെ പാഴാക്കല്ലേ. നിങ്ങൾ സൂപ്പറായിട്ട് പാടുന്നുണ്ട്. പക്ഷെ ഒരു ഇത്തിരി കൂടി എനർജി വേണമെങ്കിൽ കൂട്ടാന്ന് എനിക്ക് തോന്നണേ. നോക്കിക്കോട്ടോ. ലാ ലല്ലാ 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 ലല്ലാ. കം ഓൺ. ലാ ലല്ലാ 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 ലല്ലാ. കാഴ്ചയ്ക്കു പിറകെ പോകാതെ, കാഴ്ചയ്ക്ക് പിറകെ പോകാതെ, കേൾവിക്കു പിറകെ പോകാതെ, കേൾവിക്ക് പിറകെ പോകാതെ.
അടുത്തലൈൻ കൂട്ടുകൂടി അധികം കറങ്ങാതെ. കൂട്ടുകൂടി അധികം കറങ്ങാതെ. ഇനി ഇങ്ങനെ പാടണം. ജീവിതത്തിൽ ലക്ഷ്യം തേടിപ്പോയിടൂ, ജീവന്റെ നാഥനൊപ്പം പോയിടൂ. കമോൺ. ജീവിതത്തിൽ ലക്ഷ്യം തേടി പോയിടൂ, ജീവന്റെ നാഥനൊപ്പം പോയിടൂ. കമോൺ. ലാ 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 ക്ലാപ്പ് ചെയ്ത് പാടിക്കേ. ലല്ലാ ലല്ലാ ലല്ലാ. വൺസ് അഗൈൻ. ലാ 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 അപ്പൊ ഇതിനൊരു സ്റ്റെപ്പും കൂടി പഠിക്കണം. അപ്പോഴാണ് ഒരു വൈബ് ആവുള്ളൂ, സ്വർഗത്തിലെ വൈബ് അല്ലേ? മാലാഖമാര് ചിറകൊക്കെ വീശി പാടുന്നത് പോലെ. അപ്പോൾ നമ്മളൊരു സ്റ്റെപ്പ് പഠിക്കാൻ പോവാണ്. ജീവിതം ഒന്നേ ഉള്ളൂ. അപ്പൊ നിങ്ങൾ നോക്കിയേ. ജീവിതം ചെയ്തേ. ജീവിതം ഒന്നേയുള്ളൂ, ഒന്നേയുള്ളൂ, വെറുതെ പാഴാക്കല്ലേ. പാഴാക്കല്ലേ. ഒന്നുകൂടെ. ജീവിതം ഒന്നേയുള്ളൂ, ഒന്നേയുള്ളൂ, വെറുതെ. വെറുതെ പാഴാക്കല്ലെങ്ങനെ? പാഴാക്കല്ലേ. പാഴാക്കല്ലേ. അങ്ങോട്ടോടി. അങ്ങോട്ടോടി. പ്രാക്ടീസ് ചെയ്താൽ മതി. ഇങ്ങോട്ടോടി. അവിടെ ഇരുന്നും അവിടെ ഇരുന്ന് ഇവിടെ ഇരുന്നും. അതിന് സ്പീഡിൽ ചെയ്യും. അത് കഴിഞ്ഞിട്ട് അത് നോക്കി ഇത് നോക്കി വെറുതെ പാഴാക്കല്ലേ. ചെയ്തേ. അത് നോക്കി. വെറുതെ പാഴാക്കല്ലേ. ലാലല എന്ന് പറയുമ്പോൾ നമ്മൾ ചെയ്യുന്നത് ലാലല. ഓക്കെ ചെയ്തേ. ലാലല ലല്ലാലല ലല്ലാലല. ഓക്കെ, വെരി ഗുഡ്, വെരി ഗുഡ്. അടുത്തത് കാ എന്ന് പറയുമ്പോൾ ആ ലൈൻസ് പാടുമ്പോൾ എങ്ങനെയാണ്? കാഴ്ചയ്ക്കു പിറകെ പോകാതെ. ചെയ്തേ. ഇങ്ങനെ രണ്ട് സ്റ്റെപ്പ് വെക്കണം. നീങ്ങൽ വരും. കേൾവിക്കു പിറകെ പോകാതെ. ഇങ്ങനെ സ്റ്റെപ്പ് വെക്കണം. പോകാതെ. കൂ എന്ന് പറയുമ്പോ കൈ ഇങ്ങനെ അടുത്ത ആളുടെ പിടിച്ച് ഇങ്ങനെ ഇങ്ങനെ കറക്കണം, അങ്ങനെ ആട്ടിക്കറക്കണം. ഓക്കെ. കൂട്ടുകൂടി അധികം കറങ്ങാ, ചാടി കറങ്ങണം കേട്ടോ. ഇത്രേ ഉള്ളൂ. ജീവിതത്തിൽ ചെയ്തേ. ജീവിതത്തിൽ ലക്ഷ്യം തേടിപ്പോയിടൂ, ജീവന്റെ നാഥനൊപ്പം പോയിടും. ചെയ്തേ. ജീവിതത്തിൽ ലക്ഷ്യം ൊപ്പം പോയിടൂ. വീണ്ടും. ലാ 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 ഓഹോ ലല്ലാ ലല്ലാ ലല്ലാ. പഠിച്ചില്ലേ? സിമ്പിൾ അല്ലേ? ആർ യു റെഡി? ആർ യു റെഡി? അന്ന് ചാടി എഴുന്നേറ്റ് നമ്മൾ ഈശോയെന്ന് സ്നേഹിക്കാൻ പോവാണ്. സന്തോഷത്തോടെ. അങ്ങോട്ട് ഇങ്ങോട്ടൊക്കെ നോക്കിക്കോ, കൂട്ടുകാരൊക്കെ കണ്ട്. ജീവിതം ഒന്നേ ഉള്ളൂ, വെറുതെ പാഴാക്കാൻ പാടില്ല. ജീവിതം ഒന്നേ ഉള്ളൂ, വെറുതെ പാഴാക്കല്ലേ. ചെയ്തോ. ജീവിതം ഒന്നേ ഉള്ളൂ, വെറുതെ പാഴാക്കല്ലേ. അങ്ങോട്ടോടി ഇങ്ങോട്ടോടി. അവിടെ ഇരുന്നും ഇവിടെ. സ്പീഡ് ചെയ്യണം. അങ്ങോട്ടോടി ഇങ്ങോട്ടോടി. അവിടെ ഇരുന്നും ഇവിടെ ഇരുന്നും. അത് നോക്കി ഇത് നോക്കി വെറുതെ പാഴാക്കല്ലേ. അത് നോക്കി വെറുതെ. സൂപ്പറാണ്. കാഴ്ചയ്ക്കു പിറകെ പോകാതെ. കേൾവിക്കു പിറകെ. കൈ പിടിച്ചോ. കൂട്ടുകൂടി കറക. ഒന്നുകൂടെ. കാഴ്ചയ്ക്കു പിറകെ. കേൾവിക്കു പിറകെ. കൈ പിടിച്ചോ. കൂട്ടുകൂടി അധികം കറങ്ങാതെ. ജീവിതത്തിൽ ലക്ഷ്യം തേടിപ്പോയിടും, ജീവന്റെ നാഥനൊപ്പം പോയിടൂ. ജീവിതത്തിൽ ലക്ഷ്യം. നല്ല ഹാപ്പി ആയിട്ട്.
പോയി ലാ 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 come on ലാ ഓഹോ ഒന്നുകൂടെ ലാ 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 ഒന്നുകൂടെ ലാ 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 come on ലാ 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 ലാ. ഈശോയുടെ കൂട്ടുകാരെ, എന്തോ സന്തോഷമാണോ? സന്തോഷമാണ്. ഇപ്പൊ ചിലപ്പോ മാലാകമാരിങ്ങനെ എന്തോ പരിപാടി ഇവിടെ എന്നൊക്കെ നോക്കുന്നുണ്ടാകും. ഇത്തിരി കൂടി എനർജിയൊക്കെ നിങ്ങൾ കൂട്ടി വൈബ് സെറ്റ് ചെയ്ത് കഴിഞ്ഞാൽ മാലാകമാർ അതിശയിച്ച് നിൽക്കണം. ഓക്കെ, ഈ സ്വർഗത്തിൽ ഇനി നിങ്ങൾക്ക് ഒരുങ്ങിയിരിക്കുന്ന രണ്ടാമത്തെ സെഗ്മെന്റ് ആണ് വചനം ഭക്ഷിക്കാം. എന്താണ്? വചനം ഭക്ഷിക്കാം. അപ്പോൾ പ്രിയ കൂട്ടുകാരെ, നമ്മൾ ഇന്ന് വചനം കേൾക്കാൻ പോവാണ്, വചനം ഭക്ഷിക്കാൻ പോവാണ്. ആർ യു റെഡി? അല്ലേ? ഭക്ഷണം കഴിക്കാന്നൊക്കെ പറയുമ്പോൾ പെട്ടെന്ന് നമ്മുടെ മനസ്സൊന്ന് കുളിർക്കുന്ന സമയമാണ് ഭക്ഷണം കഴിക്കുക, അല്ലേ? വീട്ടിലാണെങ്കിൽ അതെ, ഫംഗ്ഷന് പോകണമെങ്കിൽ പറയേ വേണ്ട, അല്ലേ? ഒരു ഭക്ഷണം കഴിക്കാൻ പോവാണ്, എടി വാ ഫംഗ്ഷന് പോകാന്ന് പറയുമ്പോഴേക്കും നമ്മൾ എന്തൊരു സെറ്റപ്പാണ്. കാരണം നമ്മുടെ ഉള്ളൊരു ഭയങ്കര പ്ലസൻ്റ് ആണ്. വചനം ഭക്ഷിക്കുമ്പോഴും നമുക്ക് ഇതേപോലൊരു ഹാപ്പിനെസ് വേണം. ഹാപ്പിയാണോ? സന്തോഷമാണോ? അപ്പം ഇന്ന് നമുക്ക് വചനം പങ്കുവെച്ച് തരാനായിട്ട് വന്നിരിക്കുന്നത് ഡിവൈനിൽ വർഷങ്ങളോളമായിട്ട് കുട്ടികൾക്കും യുവജനങ്ങൾക്കും അതുപോലെ ഡിവൈനിലെ മറ്റ് ശുശ്രൂഷയ്ക്കൊക്കെ സഹായിക്കുന്ന ടോമി ചേട്ടായിയാണ്. ടോമി ചേട്ടായി ഒരുപാട് വർഷങ്ങളായിട്ട് ശുശ്രൂഷയിൽ ഈ ഡിവൈനിൽ യൂത്തിൻ്റെയും കുട്ടികളുടെ ഇടയിലുണ്ട്. നമുക്ക് കൊച്ചു കൊച്ചു വചനമൊക്കെ പറഞ്ഞ് കഥയൊക്കെ പറഞ്ഞ് ടോമി ചേട്ടൻ നമ്മളെ സഹായിക്കും. അപ്പോൾ ടോമി ചേട്ടായിനെ നമ്മൾ സ്വാഗതം ചെയ്യുന്നത് എങ്ങനെയാണെന്നറിയാമോ? ഒരു ക്ലാപ്പ് കൊടുക്കാൻ പോകണം. ഏത് ക്ലാപ്പാണെന്നറിയാമോ? ഏത് ക്ലാപ്പാണ്? അമ്മിട്ട് ക്ലാപ്പ്. ഏതാണ്? ആ, അമ്മിട്ടിന് തീ കൊടുത്തു കഴിഞ്ഞാൽ എങ്ങനെ പോകാൻ നോക്കിയേ. കൈ ഇങ്ങനെ പൊക്കിയടിക്കണം. ഓക്കെ, പ്രാക്ടീസ് ചെയ്തേ. അമ്മിട്ട് ക്ലാപ്പ് ഗോ. പിന്നെ ഇങ്ങനെ കണ്ടിന്യൂസ് കൈ അടിക്കണം. ഓക്കെ, പഠിച്ചോ? ചാടി എഴുന്നേറ്റേ. ടോമി ചേട്ടായിനെ നമുക്ക് സ്വാഗതം ചെയ്യാം. അമ്മിട്ട് ക്ലാപ്പ് ഗോ. പൊങ്ങട്ടെ 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 പൊങ്ങട്ടെ. ഈശോയുടെ കുഞ്ഞുമക്കളെ, എന്തോ ആർ യു ഹാപ്പി? സന്തോഷമാണോ? സന്തോഷമാണ്. പ്രഭാഷകന്റെ പുസ്തകത്തിൽ 6-ാം അധ്യായം 2-ാമത്തെ വചനമാണ്. ഏറ്റു പറഞ്ഞോളൂ. അഭിലാഷങ്ങൾക്ക് അടിപ്പെടരുത്, അവ നിന്നെ കാളക്കൂറ്റിനെ പോലെ കുത്തിക്കീറും. എൻ്റെ വീടിൻ്റെ ഉമ്മറത്ത് ഞങ്ങളൊരു നഴ്സറിയിൽ നിന്നൊരു നല്ല മാവ് മേടിച്ചു വെച്ചു. എല്ലാ വർഷവും അതിന് എല്ലുപൊടിയും വളവും ചാണകവും ചവറും ഒക്കെ ഇട്ടു. ഇപ്പം 5-8 വർഷമായിട്ട് അതിൽ നിറച്ചു മാങ്ങ ഉണ്ടായിരുന്നു. ഈ വർഷം നന്നായിട്ട് മാങ്ങ ഉണ്ടാവേണ്ട സമയത്ത് അതിലൊറ്റ മാങ്ങ ഉണ്ടായില്ല. മാങ്ങ ഇല്ലാത്തതിൻ്റെ കാരണം ഞങ്ങൾ ചെന്ന് നോക്കിക്കഴിഞ്ഞപ്പോഴാണ് ഈ മാവിൽ നിറച്ചും ഇത്തിക്കണ്ണി വന്നു കൂടിയേക്കുക. ഇത്തിക്കണ്ണിയുടെ ഇലകൾ നിറച്ചു അതിലുണ്ട്. അതുകൊണ്ട് അതിൻ്റെ ശിഖരങ്ങളിലേക്കുള്ള വളർച്ച കുറഞ്ഞു, അതിൻ്റെ ശിഖരങ്ങളിൽ ഫലം നൽകാനുള്ള ശേഷി കുറഞ്ഞു. അങ്ങനെ ആ മാവ് നശിച്ചു. ഇതുപോലെ നമ്മുടെ ലൈഫിൽ ഒരൊറ്റ ലൈഫുള്ളൂ. ഇതിനെ നശിപ്പിക്കാൻ വേണ്ടി ദുർമോഹങ്ങളും അഭിലാഷങ്ങളും രൂപം പ്രാപിക്കുന്ന സമയം ഇത്. ബി കെയർഫുൾ. ഈ സമയത്ത് നമ്മൾ ചെയ്യേണ്ട ഒരു കാര്യം ഇത്. അങ്ങോട്ടും ഇങ്ങോട്ടും നോക്കി നടക്കല്ലേ. ആരെ നോക്കി നടക്കണം? ആരെ നോക്കി നടക്കണം? നമുക്ക് അഭിലാഷങ്ങളൊക്കെ ഉണ്ടാകാറുണ്ട്. മനുഷ്യനാണോ? ഷുവർ, ഉണ്ടാകും. അഭിലാഷങ്ങൾക്ക് അടിപ്പെട്ടു പോകരുത്. അടിപ്പെട്ടു പോയാൽ അവ നിന്നെ കുത്തി കീറും. നിനക്ക് എത്ര A+ ഉണ്ടെന്ന് പറഞ്ഞാലും എത്ര കഴിവുണ്ടെന്ന് പറഞ്ഞാലും അവ നിന്നെ നശിപ്പിക്കും. നമ്മുടെ ഹൃദയം എന്ന് പറയണത് വെണ്മയുള്ളതാക്കി സരള ഹൃദയരാക്കി ഈശോ നമ്മളെ സൃഷ്ടിച്ചു വച്ചിരിക്കുക. ഇതിനെ നശിപ്പിക്കുന്ന ഒന്നും കണ്ണിലൂടെയും ചിന്തയിലൂടെയും
സ്പർശനത്തിലൂടെയും ഉള്ളിലേക്ക് കയറ്റരുത്. നമ്മളൊക്കെ അനേകം നന്മകളുടെ പാത്രങ്ങളാണ്. ആ നന്മകളെ കെടുത്തിക്കളയും. ജീവിതം എത്രയുണ്ട്? അഭിലാഷങ്ങൾക്ക് അടിപ്പെട്ടിട്ട് ചിന്തിച്ചു കൂട്ടരുത് ആവശ്യമില്ലാത്ത ചിന്തകൾ. നമ്മുടെ ചിന്തയെയും ആഗ്രഹത്തിനെയും നമ്മുടെ പഞ്ചേന്ദ്രിയങ്ങളെ നിയന്ത്രിച്ച് ഈ ജീവിതം നമുക്ക് മനോഹരമാക്കാം. ഓക്കെ, ഈശോയുടെ കൂട്ടുകാരെ, എന്തോ വചനം ഭക്ഷിച്ചോ? ഭക്ഷിച്ചു. ഓക്കെ, അങ്ങനെയാണെങ്കിൽ ഇനി നമ്മൾ ഈ സ്വർഗത്തിലെ അടുത്ത സെഗ്മെന്റിലേക്ക് പോവാണ്. ഈ സ്വർഗത്തിലെ മൂന്നാമത്തെ സെഗ്മെന്റാണ് വിശുദ്ധരെ പരിചയപ്പെടാം. എന്താണ്? വിശുദ്ധരെ പരിചയപ്പെടാം. വിശുദ്ധരെ പരിചയപ്പെടുമ്പോഴാണ് നമുക്ക് കുറേ കാര്യങ്ങൾ, എങ്ങനെയാണ് വിശുദ്ധിയിൽ വളരാൻ പറ്റുക, എങ്ങനെയാണ് വിശുദ്ധിയിലേക്ക് എനിക്ക് പോകാൻ പറ്റുക, എനിക്ക് പറ്റൂലേ വിശുദ്ധരാകാൻ, അങ്ങനെയൊക്കെ നമുക്ക് അറിയാൻ വേണ്ടിയിട്ടാണ് വിശുദ്ധരെ പഠിക്കണത്, ധ്യാനിക്കണതൊക്കെ. ഓക്കെ, അപ്പോൾ ഇന്ന് ഈ സ്വർഗത്തിൽ വിശുദ്ധരെ കുറിച്ച് പറയാനും വചനം പറയാനും ആരൊക്കെയാണ് ഒരുങ്ങി വന്നിട്ടുള്ളത്? ആരൊക്കെയാ? മക്കളാണ് അല്ലേ? കൈയടിക്ക്, ഇവർക്ക് നല്ലൊരു കൈയടി കൊടുക്കാമോ? ഓക്കെ, നമുക്ക് ഈ കൂട്ടുകാരെ പരിചയപ്പെടാം. പറയാമോ? പേര് പറഞ്ഞ മോൻ്റെ? ജോൺ റിച്ചാർഡ്. ജോൺ റിച്ചാർഡ്. എത്രാം ക്ലാസ്സിൽ പഠിക്കുന്നത്? 7ാം ക്ലാസ്സിൽ. ഇന്ന് ഏത് വിശുദ്ധനെ കുറിച്ചാണ് പറയുന്നത്? മാക്സിമിലിയൻ കോൾബെ. മാക്സിമിലിയൻ കോൾബെ കുറിച്ചാണ് റിച്ചാർഡ് പറയുന്നത്. നമുക്ക് കേൾക്കാം. വിശുദ്ധ മാക്സിമിലിയൻ കോൾബെ 1894 ജനുവരി 17-ാം തീയതി പോളണ്ടിൽ ജനിക്കുന്നു. അദ്ദേഹത്തിന് 12 വയസ്സുള്ളപ്പോൾ തന്നെ ദൈവമാതാവിൻ്റെ ദർശനമുണ്ടാകുന്നു. വെളുത്തതും ചുവന്നതുമായ കിരീടങ്ങൾ കാണിച്ചുകൊണ്ട് അദ്ദേഹത്തോട് ഏത് തിരഞ്ഞെടുക്കുന്നു എന്ന് ദൈവമാതാവ് ചോദിച്ചു. വെളുത്ത കിരീടം ശുദ്ധത കാത്തു സൂക്ഷിക്കുന്നതിനെയും ചുവന്ന കിരീടം രക്തസാക്ഷിത്വം വരിക്കുന്നതിനെയും സൂചിപ്പിച്ചു. അദ്ദേഹം അത് രണ്ടും തിരഞ്ഞെടുത്തു. അദ്ദേഹം ഫ്രാൻസിസ്കൻ സഭയിൽ ചേരുകയും 1918 വൈദിക പട്ടം സ്വീകരിക്കുകയും ചെയ്തു. അമലോത്ഭവ മാതാവിനോടുള്ള അതീവ സ്നേഹത്താൽ പ്രചോദിതനായി അദ്ദേഹം മരിയൻ സേന എന്ന സംഘടന സ്ഥാപിക്കുകയും സ്വന്തം മണ്ണിൽ മാത്രമല്ല മറ്റു രാജ്യങ്ങളിലും വ്യാപിപ്പിക്കുകയും ചെയ്തു. ഇത് കഴിഞ്ഞ് 2ാം ലോക മഹായുദ്ധകാലത്ത് അദ്ദേഹത്തെ നാസി പട്ടാളക്കാർ പിടികൂടുകയും തടങ്കൽ പാളയത്തിൽ അടയ്ക്കുകയും ചെയ്തു. 3 തടവുകാർ തടങ്കൽ പാളയത്തിൽ നിന്ന് രക്ഷപ്പെടുകയും ക്ഷുഭിതരായ നാസി പട്ടാളക്കാർ 10 തടവുകാരെ പട്ടിണി കിടന്നുള്ള മരണശിക്ഷയ്ക്ക് വിധിക്കുകയും ചെയ്തു. അതിലൊരാളായിരുന്നു ഫ്രാൻസിസ് സേക്ക്. തൻ്റെ ഭാര്യയും മക്കളും അനാഥരാകും എന്നോർത്തുകൊണ്ട് അദ്ദേഹം വാവിട്ട് കരഞ്ഞു. ഇത് കണ്ട് ഫാദർ കോൾബെ അദ്ദേഹത്തിന് പകരം മരണം വരിക്കാൻ തയ്യാറായി. മരണം കാത്തുനിന്നിരുന്ന മറ്റ് തടവുകാരോടൊപ്പം അദ്ദേഹവും അമലോത്ഭവ മാതാവിനോട് പ്രാർത്ഥിച്ചു കൊണ്ടിരുന്നു. 2 ആഴ്ച കഴിഞ്ഞിട്ടും ഭക്ഷണവും ജലവും കിട്ടാതെ ഫാദർ കോൾബെ മരിക്കാതിരുന്നതിനാൽ 1941 ഓഗസ്റ്റ് 14 അദ്ദേഹത്തെ വിഷം കുത്തിവെച്ച് അവർ വധിച്ചു. ഇതിനുശേഷം ജോൺ പോൾ 2 മാർപ്പാപ്പ അദ്ദേഹത്തെ വിശുദ്ധനെ പ്രഖ്യാപിച്ചു. നന്ദി. ജയ് ക്രൈസ്റ്റ്. ജോൺ വളരെ നന്നായിട്ട് മാക്സിമിലിയൻ കോൾബയെ കുറിച്ച് പറഞ്ഞു. ഇനി വിശുദ്ധനെ ആസ്പദമാക്കി നമ്മളൊരു വചനം കേൾക്കുകയാണ്. അവളുടെ പേര് പറയാമോ? ജെന്നിഫർ ബെന്നി. ജെന്നിഫർ ബെന്നി. എത്രാം ക്ലാസ്സിലാണ് പഠിക്കുന്നത്? 7ൽ. അപ്പോൾ ജെന്നിഫർ പറയുന്ന വചനം നമുക്ക് കേൾക്കാം. പ്രിയ കൂട്ടുകാരെ, വിശുദ്ധ മാക്സിമിലിയൻ കോൾബയെ കുറിച്ച് നിങ്ങൾ കേട്ടല്ലോ. വിശുദ്ധന്റെ ജീവിതം ആസ്പദമാക്കി ഞാനൊരു വചനം പറയാം. പ്രഭാഷകൻ 4:28. മരിക്കേണ്ടി വന്നാലും സത്യം വെടിയരുത്. ദൈവമായ കർത്താവ് നിനക്ക് വേണ്ടി പൊരുതിക്കോളും. വിശുദ്ധനെ പോലെ വിശുദ്ധിയിൽ വളരാൻ നമുക്കും പരിശ്രമിക്കാം. നന്ദി. ഈശോയുടെ കൂട്ടുകാരെ, എന്തോ ഈ സ്വർഗത്തിൽ ഹാപ്പിയാണോ നിങ്ങൾ? ഹാപ്പിയാണ്. അപ്പോൾ ഈ സ്വർഗത്തിലെ നല്ല കളറുള്ള ഒരു സെഗ്മെന്റിലേക്ക് നമ്മൾ പോവാണ്. സ്വർഗത്തിലെ 4ാമത്തെ സെഗ്മെന്റ് ആണ് താലന്ത് വർദ്ധിപ്പിക്കാം. എന്താണ്? താലന്ത് വർദ്ധിപ്പിക്കാം. നമ്മുടെ താലന്ത് ഈശോയ്ക്ക് കൊടുക്കാനുള്ള സമയമാണിത്. ഈ ഫ്ലോറിൽ കുറേ കൂട്ടുകാർ വന്ന് അവരുടെ കഴിവൊക്കെ ഈശോയ്ക്ക് കൊടുത്തിട്ടുണ്ട്. ഇന്ന് ഈ സ്വർഗത്തിൽ ഈശോയ്ക്ക് വേണ്ടി നിങ്ങളുടെ കഴിവ് കൊടുക്കാൻ ആരൊക്കെയാണ് ഒരുങ്ങി വന്നിട്ടുള്ളത്? ഓക്കെ, ഇവർക്ക് നല്ലൊരു കൈയടി കൊടുക്കാമോ?
ഇവരെ നമുക്കൊന്ന് പരിചയപ്പെടാം. ഇന്ന് ഇവരുടെ കോസ്റ്റ്യൂം കാണുമ്പോൾ തന്നെ നമുക്കറിയാം ഒരു നല്ല ഡാൻസൊക്കെ ഈശോയ്ക്ക് വേണ്ടി താലന്തായിട്ട് കൊടുക്കാനാണ് പോകുന്നത്. അപ്പോൾ മക്കളുടെ പേര് പറഞ്ഞേ. സ്നേഹ ബിജു, സ്നേഹ ബിജു. അടുത്ത ആള് അമിഷ റോസ്, അമിഷ റോസ്, ആൻമരിയ ഡേവിസ്, ആൻമരിയ ഡേവിസ്, അനുഗ്രഹ ജിബു, അനുഗ്രഹ ജിബു, ജിബു. അടുത്ത ആള് ജുവൽ റോസ്, ജുവൽ റോസ്, എറ്റ്ന മരിയ. എറ്റ്ന മരിയ. അപ്പോൾ നിങ്ങൾ ഈശോയ്ക്ക് നല്ലൊരു ഡാൻസ് കാഴ്ചവെക്കാനാണ് പോകുന്നത്. അപ്പോൾ നമുക്ക് ഇവരുടെ ഡാൻസ് ആസ്വദിക്കാം. ആർ യു റെഡി? അടുത്ത സെഗ്മെന്റ് ആണ് നല്ല ശീലം പഠിക്കാം. പറഞ്ഞേ, നല്ല ശീലം പഠിക്കാം. നല്ല ശീലം പഠിക്കാം. എപ്പോഴും അല്ലേ, ഇത്തിരി പ്രയാസമാണ് നല്ലത് പഠിക്കാൻ. മോശമായിട്ടുള്ളത് വേഗം പഠിക്കും അല്ലേ. ടി വിയിൽ എന്തെങ്കിലും മോശമായിട്ടുള്ളത് കണ്ടു കഴിഞ്ഞാൽ പെട്ടെന്ന് പഠിക്കും. കഴിഞ്ഞ ദിവസം ചേട്ടൻ്റെ കുഞ്ഞാവ അവളുടെ വിളിക്കുന്നത് കൊഞ്ചിന്നാണ്. കൊഞ്ചിന്ന് അപ്പം ഞാനിടയ്ക്ക് ദേഷ്യം വരുമ്പം എന്തിട്ടാണ് കാണിക്കണേ, അടി കിട്ടണം അങ്ങനെ പറയൂലേ. അപ്പം എൻ്റെ കുഞ്ഞാവ ചേട്ടനെ നിനക്ക് അടി കിട്ടൂല എന്ന് പറഞ്ഞു. ചേട്ടനോട് പെട്ടെന്ന് നമ്മൾ പറയുന്ന വാക്ക് പെട്ടെന്ന് കൂടുതൽ നന്മയുള്ള വാക്ക് സ്ട്രൈക്ക് ചെയ്യുന്നതിനേക്കാൾ കൂടുതൽ മോശപ്പെട്ട ആറ്റിറ്റ്യൂഡും വാക്കുകളാണ് അല്ലേ നമ്മുടെ ഉള്ളിൽ കിട്ടുക. സിനിമ കണ്ടു കഴിഞ്ഞാൽ സിനിമ കാണുമ്പോൾ കുറേ നല്ല കാര്യം സിനിമയിലുണ്ട്, മോശമായ കാര്യങ്ങൾ സിനിമയിലുണ്ട് അല്ലേ. എന്നാൽ കൂടുതൽ നമ്മൾ സ്ട്രൈക്ക് ചെയ്യുന്ന ഏത് ഭാഗമായിരിക്കും? വെട്ട്, കുത്ത്, ഇടി, പ്രേമം, വഞ്ചന, മോഷണം. പക്ഷെ നല്ല കാര്യങ്ങളുണ്ട്, നല്ല സൗഹൃദം ഉണ്ടായിരിക്കാം. ചിലപ്പോൾ ഫിലിമിൽ ചില സിനിമകളിൽ നല്ല ഫാമിലി മാറ്ററുകൾ ഉണ്ടായിരിക്കാം, നല്ല കുട്ടികൾ പാരൻസ് തമ്മിൽ റിലേഷൻ ഉണ്ട്. പക്ഷേ നമുക്ക് നല്ലത് അധികം കിട്ടില്ല, മോശമായത് വേഗം പഠിക്കും. അപ്പോൾ ഈ സ്വർഗത്തിൽ നമ്മൾ നല്ല ശീലം പഠിക്കുകയാണ്. ആർ യു റെഡി?
ഇന്ന് നമ്മൾ പഠിക്കുന്ന ശീലമാണ് പ്രഭാഷകന്റെ പുസ്തകം 19:22. അവിടെ ഇങ്ങനെയാണ് പറയുന്നത്, എല്ലാവരിൽ നാം പ്രതീക്ഷിക്കുന്നത് സത്യസന്ധതയാണ്. എന്താണ്? സത്യസന്ധത. എന്നിട്ട് ആ വചനം അടുത്തത് പറയാണ്, ദരിദ്രൻ നുണയനേക്കാൾ ഉത്തമനാണ്. ദരിദ്രൻ ഉത്തമനാണ്. അങ്ങനെ നുണ പറയുന്ന ശീലം ഉണ്ടാ നമുക്ക്? ഉണ്ടാ? വീട്ടില് ഒരു ഗ്ലാസ് വീണ് പൊട്ടി, നമ്മുടെ കയ്യിൽ നിന്ന് പൊട്ടിയെന്ന് വിചാരിച്ചോ, എടുത്ത് അപ്പോഴേക്കും ആരുടെയും ഗ്ലാസ് പൊട്ടി, ഞാനല്ല അത് പൂച്ചയാണ്, പട്ടിയാണ്, കോഴിയാണ്, എന്തിനു വേഗം നുണ പറയാല്ലേ? ക്ലാസ്സിലിരുന്ന് വർത്താനം പറയുമ്പോൾ ടീച്ചർ പറഞ്ഞു ഡോൺ ടോക്കിയൊക്കെ പറഞ്ഞിരുന്നു, പിന്നെ ആരെ വർത്താനം പറഞ്ഞ ഞാനല്ല, അപ്പോഴേക്കും വേറെ ആളുടെ വിരൽ ചൂണ്ടി നമ്മൾ, അല്ലേ? അപ്പോഴേക്കും കള്ളത്തരങ്ങൾ പറഞ്ഞു. നമ്മൾ ജീവിതത്തിൽ എന്ന് നമ്മൾ കൊണ്ടു നടക്കേണ്ട ഒരു നല്ല ശീലം, എവിടെയാണെങ്കിലും സത്യസന്ധരായിരിക്കുക. തെറ്റ് പറ്റിയോ? എനിക്ക് പറ്റി മിസ്സേ, ഞാനാ വർത്താനം പറഞ്ഞത്. നിങ്ങൾ ആരെങ്കിലും പിടിച്ചിട്ട് ജയിലിൽ കൊണ്ടിടുവോ? ഏതെങ്കിലും മിസ്സ് ഏതെങ്കിലും മിസ്സ് കൊണ്ടുപോയിടുവോ? ഇല്ല. അപ്പോൾ നമുക്ക് സത്യസന്ധതയായിട്ട് പറഞ്ഞുകൂടെ, മിസ്സേ മൈ മിസ്റ്റേക്ക്, സോറി, കാര്യം തീർന്നു. അതിന് പകരം നമ്മൾ ഞാനല്ല അവളാണ്, എല്ലാവരുടെ പേര്, ക്ലാസ്സിൽ എത്ര 52 പേരുണ്ടോ, നമ്മളൊഴിച്ച് ബാക്കി എല്ലാവരുടെ പേരും പറയും, അല്ലേ? അങ്ങനെ ചെയ്യാൻ പാടില്ല. ബൈബിൾ എഴുതിയേക്കാണ്, ദരിദ്രൻ നുണയനേക്കാൾ മെച്ചമാണ്. ഈശോയോടൊത്തു കളിക്കാലോ, ഈശോയോടൊത്തു ചിരിക്കാലോ, ഈശോയോടൊത്ത് മാലാഖയെ തുള്ളി ചാടി രസിക്കാലോ, നന്മകൾ ചെയ്ത് പ്രാർത്ഥന ചൊല്ലി മാലാഖമാരായി വളരാലോ. ഇനി സീരിയസ് ആയിട്ട് ചെയ്യാൻ പോകുന്നൊരു കാര്യമാണ്. എന്താണ് സീരിയസ് ആയിട്ട് ചെയ്യാൻ പോകുന്ന കാര്യം? പറയ്, എന്താ സീരിയസ് ആയിട്ട് ചെയ്യേണ്ടത്? യെസ്, ഗുഡ്. പ്രാർത്ഥിക്കാൻ പോവാണ്. ഒന്ന് നേരെ ഇരുന്നേൻ, എല്ലാവരും ഭംഗിയായിട്ടിരുന്ന് ഈശോയുടെ നല്ലൊരു ചിത്രം മനസ്സിലേക്ക് കൊണ്ടുവരിക. കണ്ണടയ്ക്കുക. കൈകൾ ഹൃദയത്തിൻ്റെ ഭാഗത്താണ് കൂപ്പി പിടിക്കേണ്ടത്. കണ്ണടയ്ക്കണം. ഈശോയെ നമ്മൾ സ്നേഹിക്കാൻ പോവാണ്. ഇങ്ങനെ പ്രാർത്ഥിക്കാവോ? ഈശോയെ, ഇത്തിരി കൂടി നല്ല എനർജിയിൽ പ്രാർത്ഥിക്കുക. ഈശോയെ, ഈ സ്വർഗത്തിൽ വന്ന് അങ്ങയെ സ്നേഹിക്കാൻ എന്നെ അനുവദിച്ചതിന് ഞാൻ നന്ദി പറയുന്നു. ഈശോയെ, മാലാഖയെ പോൽ നന്മയുള്ളവരാകാൻ ഞങ്ങളെ അനുഗ്രഹിക്കണമേ. ജീവിതത്തിൽ സത്യസന്ധരായിരിക്കാൻ നുണ പറയുന്ന ശീലം ഞങ്ങളിൽ നിന്ന് മാറ്റുവാൻ ഞങ്ങളെ അനുഗ്രഹിക്കണമേ. ഈശോയെ നന്ദി, ഈശോയെ സ്തുതി. കണ്ണു തുറക്കാം. ഇങ്ങോട്ട് നോക്കൂ. ഇവിടെയാണ് ഇന്ന് വേറൊരു സസ്പെൻസ് നിങ്ങൾക്ക് വേണ്ടി വെച്ചിരിക്കുന്നത്. ഈ സ്വർഗത്തിൽ ഈ എപ്പിസോഡിൽ ഒരു മാലാഖയെ നമ്മൾ സെലക്ട് ചെയ്യുന്നുണ്ട്. ഇതിലൊക്കെ മാലാഖമാരുടെ പേരാണ് കേട്ടോ, നിങ്ങളുടെ ഓരോരുത്തരുടെ പേരാണ്. ഇന്ന് ഏഞ്ചൽ ഓഫ് ദ എപ്പിസോഡായിട്ട് ഏത് മാലാഖയാണ് സെലക്ട് ചെയ്യാൻ പോണേ എന്ന് നമ്മൾ നോക്കാൻ പോവാണ്. അപ്പോൾ ഈ കുഞ്ഞാവ് വന്ന് ഇതിന്ന് പറഞ്ഞാൽ സെലക്ട് ചെയ്യാൻ പോവാണ്. ഓടി വാ, ഒരു ക്ലാപ്പ് കൊടുത്തേ ശക്തിയിൽ. ജനീലിയ വർഗീസ്. നീ വായിച്ചു പോയിരുന്നോ? ജനീലിയ വർഗീസിന് ക്ലാപ്പ് കൊടുത്തേ. ഏഞ്ചൽ ഓഫ് ദ എപ്പിസോഡ് ജനീലിയ വർഗീസ്. പ്രിയ പ്രേക്ഷകരെ, മാലാഖക്കൂട്ടം.com ഈ കൊച്ചുകൂട്ടുകാരുടെ സ്വർഗ്ഗക്കാഴ്ചകൾ ഇത്രയും നേരം നിങ്ങൾ ആസ്വദിക്കുകയായിരുന്നു. ഞങ്ങളുടെ കൊച്ചുകൂട്ടുകാർ അവരുടെ കഴിവും താലന്തും എല്ലാം നിങ്ങളുടെ മുന്നിൽ അവതരിപ്പിച്ച് മാക്സിമം നിങ്ങളെ സന്തോഷിപ്പിക്കാൻ ശ്രമിച്ചു. നിങ്ങൾ ഇത്രയും നേരം വരെ സപ്പോർട്ട് ചെയ്തു. എല്ലാത്തിനും ഈ സ്വർഗത്തിൻ്റെ വക ഒരു ബിഗ് ക്ലാപ്പ്. മക്കളെ ക്ലാപ്പ് കൊടുത്തേ ശക്തിയോടെ. പ്രിയ പ്രേക്ഷകരെ, ഞങ്ങളുടെ കൊച്ചുകൂട്ടുകാരുടെ സ്വർഗ്ഗക്കാഴ്ചകൾ ഇവിടെ തീരുന്നില്ല. അടുത്ത എപ്പിസോഡിൽ നമ്മൾ വീണ്ടും കാണും. പുതിയ താലന്തുമായി, പുതിയ ശക്തിയോടെ ഞങ്ങളുടെ കൊച്ചുകൂട്ടുകാർ നിങ്ങളുടെ മുന്നിൽ വരുന്നതായിരിക്കും. അതുവരെയും ദൈവം നിങ്ങളെല്ലാവരും സമൃദ്ധമായി അനുഗ്രഹിക്കട്ടെ. നിങ്ങൾക്ക് എല്ലാവർക്കും ടാറ്റ തന്നുകൊണ്ട് എപ്പിസോഡ് ഞങ്ങൾ വൈൻഡപ്പ് ചെയ്യാണ്. മക്കളെ, നമ്മുടെ കൂട്ടുകാർക്ക് ടാറ്റ കൊടുത്തേ. ടാറ്റ.